ചേച്ചിയുടെ ടച്ച് കൊടുത്ത ആ സിനിമയ്ക്ക്? അത് പേര് യാദൃശ്യമായിട്ട് വന്നതല്ലേ? അതല്ലേ? യാദൃശ്യമായിട്ട് വന്നതാ. കാരണം ജഗദമ്മ എന്നുള്ള പേരൊക്കെ ഇട്ട് നമ്മള്. അപ്പോൾ എനിക്കൊരു ജഗദമ്മ എന്നുള്ള പേരിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം എനിക്കൊരു ആൻറ്റി ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ, ജഗദമ്മ ആൻറ്റി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോളെ പ്രസവിക്കുമ്പം എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ വന്ന് നോക്കിയത് ജഗദമ്മ ആൻറ്റിയാണ്. അപ്പം ജഗദമ്മ ആൻറ്റി എന്ന് വിളിച്ച് ആ പേരിനോട് വലിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കൽ ആൻറ്റിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യണം എന്നിങ്ങനെ മനസ്സിലൊരു ആഗ്രഹം. അപ്പം ഇതിന് പേരിട്ടപ്പോൾ ഞാൻ പറഞ്ഞത് ജഗദമ്മ എന്നിട്ടാ. ഇപ്പൊ കേൾക്കാനില്ലാത്ത പേരുകളല്ലേ അതൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടു. അപ്പൊ പിന്നെ അത് ടൈറ്റിൽ നെയിം ആയത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത്രേ ഉള്ളൂ. പിന്നെ വൈദറിനറിയാം, സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ക്യാരക്ടേഴ്സ് അല്ലേ ഞാൻ എല്ലാം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നിർമ്മാണം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പിന്നീട് ധൈര്യത്തോടെ നിർമ്മാണത്തിലേക്ക് വരുന്നു. സിനിമകളിലൊക്കെ ഒരു വിജയപരാജയത്തിന്റെ കണക്കുകൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ധൈര്യമായിട്ട് നിർമ്മാണത്തിലേക്ക് വരുന്നത്. അതെങ്ങനെയാണ് അത്ര ഒരു ധൈര്യം കിട്ടിയത്? അത് ധൈര്യം തന്നെ. ഹൈദർ പറയുന്ന പോലെ ഒരു ധൈര്യം തന്നെയാണ് ശരിക്കും. അല്ല, കഥയെല്ലാം ശരിയായി വന്നപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് കുറേ പേരാണ് ഇത് പ്രോത്സാഹിപ്പിച്ചത്. അതിൽ ഈ ഫോസിൽ ഹോൾഡിങ്സ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചേട്ടൻ ഇത് ഒരു 10 വർഷമായിട്ട് മനസ്സിൽ കിടക്കുന്ന കുറേ സംഗതികൾ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വിവരിക്കുകയും അഭിനയിച്ച് ഫലിപ്പിക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്ത് കേട്ടപ്പോൾ ചേട്ടാ ഇത് എന്താ ഇത് എടുത്തുകൂടെ, ഇത് അങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ എന്താ കുഴപ്പം, നല്ല ടെക്നീഷ്യൻസിനെയൊക്കെ കൂടെ വെച്ചപ്പോൾ എത്ര പേര് ഡയറക്റ്റ് ചെയ്തുകൂടെ. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിലേക്ക് ആയതാണ് സത്യം പറഞ്ഞാൽ. 10 വർഷത്തിന് മുമ്പ് നമ്മൾ തമിഴ് ഒരെണ്ണം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു ഒരു പ്രൊഡക്ഷൻ. അപ്പോൾ പിന്നെ മോൻ്റെ ജനനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ്പോണ്ടായി. പക്ഷെ ഇപ്പം 2 കൊല്ലത്തിന് മുമ്പ്, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലമാ അതങ്ങനെ തീരുമാനമായി. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഈ ഒരു ടൈറ്റിൽ ഒരാൾക്ക് കേരളത്തിലുണ്ടായിരുന്നു, ബാലേന്ദ്ര മേനോൻ. അല്ല, ഇത് എന്തോന്നറിയോ, നമ്മളങ്ങനെ ഈ ബാലേന്ദ്രൻ സാറിനെയും ആരെ നമ്മൾ താരം വേണം. എനിക്ക് 2 ക്വസ്റ്റ്യൻ കേട്ട 2 ക്വസ്റ്റ്യനാണ് അതിൽ ചോദിച്ചത്. അതിൽ ഇപ്പം എനിക്ക് എൻ്റെ മറുപടി ഉണ്ടായിരുന്നു. ഒന്ന് കുടുംബചിത്രം. അപ്പം കുടുംബചിത്രം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും കുഞ്ഞമ്മയും മോനും ഭാര്യയും എല്ലാം കൂടെ പോയിരുന്ന് കാണുന്ന സിനിമയാണ് കുടുംബചിത്രം. അതെ. 2, അലി പറയും ഇപ്പം എന്നോട് തന്നെ, സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം. അത് ലോകം ഇത്. ഒരു സ്ത്രീക്ക് ജഗദമ്മ എന്നിട്ട് പേരിട്ടപ്പോൾ ഞാൻ ലോകത്താർക്ക് ഇതിൽ കൂടുതൽ ബഹുമാനിക്കാൻ പറ്റും? ജഗത് അമ്മ. എൻ്റെ ആർട്ടിസ്റ്റ് മെയിൻ കഥാപാത്രം ജഗദമ്മ. ഒരു സ്ത്രീക്ക് ഇതിന് മേലെങ്കിൽ അലി പറ ഒരു പേര് പറ. ജഗദമ്മ എന്നല്ല ഒരു സ്ത്രീക്ക് ഇടേണ്ട, അതിരിക്കും കട്ടിക്കൊരു പേര് പറ. അമ്മ ഉണ്ട് അതിനകത്ത്. അമ്മയല്ല, ജഗത്തിന്റെ അമ്മ. ജഗത്ത് ലോകത്തിന്റെ അമ്മ. ഒരു സ്ത്രീയെ എന്തൊരു നല്ല പേരാ ജഗദമ്മ. ആ ജഗത് അമ്മ. ഒരു സ്ത്രീയെ ബഹുമാനിക്കും കൂടുതൽ എത്ര ഞാൻ ബഹുമാനിക്കണം അലി പറ? തീർച്ചയാണ്. ഭയങ്കര ദീർഘവീക്ഷണമാണ്. ദീർഘവീക്ഷണം ഓക്കെ, അത് വരുന്നതാണ്. ഞാൻ പറഞ്ഞത് 2 കാര്യം, 2 ചോദ്യത്തിന് എൻ്റെ മറുപടി ഇതാണ്. കുടുംബചിത്രം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ സിനിമയ്ക്ക് മോനെടാ ഞാനും വരുന്നടാ, ഇത് എൻ്റെ ഭാര്യ, മോൻ, നമ്മുടെ ബന്ധുക്കളൊക്കെ, നമുക്കൊരു സംസ്കാരമുണ്ട്. നമ്മുടെ കൾച്ചർ ഇപ്പോൾ അമേരിക്കൻ കൾച്ചർ വേറെയുണ്ട്. അമേരിക്കയിലൊന്നും അയൽ എന്തോ അതിരിറക്കമില്ല, ഉണ്ടോ? ഇല്ല. ഇത് നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ട അതിരിറക്കം. 2 മുളകില്ലെങ്കിൽ രേണുകേ 2 മുളകാ. ഇത് എവിടെയുണ്ട് സംസ്കാരം? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.